ഞാൻ പറഞ്ഞിട്ടാ അമ്മ മിണ്ടായിരിക്കടാ. അവളെന്നെ ജോലി സഹായിച്ചതാ. ജോലിയിൽ സഹായിക്കല് വീട്ടിലെ കാര്യം നോക്കാൻ അവൾക്ക് മടിയാ. കഷ്ടം തന്നെ. ഭഗവാൻ എന്തിനാണോ ഇവളെയൊക്കെ എന്റെ തലയിലെടുത്ത് വെച്ചത്? ഇനി ഇവിടെ നിന്ന് സമയം കളയാൻ നിക്കുവാണോ? എന്റെ കുഞ്ഞിന് വല്ലതും കൊടുക്കുന്നില്ലേ നീ? പറഞ്ഞാലും കേക്കില്ല. നടക്കടി അങ്ങോട്ട്, നടക്കാൻ. എന്താ ഉണ്ടായി? ജാനേ ചേച്ചി, എന്തിനാ വല്ലവരോടുള്ള ദേഷ്യം നിങ്ങളുടെ മരുമോളോട് തീർക്കുന്നേ? നീ എന്തായി പറഞ്ഞു വരുന്നേ? അല്ല, നിങ്ങളുടെ മോളുടെ കല്യാണം നടക്കാതെ പോയെന്ന് വെച്ച് അതിലിപ്പോ നിങ്ങളുടെ മരുമോൾ എന്ത് ചെയ്യാനാ? എന്റെ പേടി എന്താന്ന് വെച്ചാ ഇനിയിപ്പൊ റിയ മോള് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരുന്നു പോകുന്ന. കമലേച്ചി, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ തീർത്തോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. ചെല്. അയ്യോ, ഞാൻ നിന്റെ കാര്യം അങ്ങ് മറന്നേ പോയി. പറഞ്ഞ പോലെ പെണ്ണിന്റെ ആങ്ങള ഇത്രയും വലിയൊരു ഗുണ്ടയാണല്ലോ. തോക്ക് ചൂണ്ടിയിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു പയ്യനെ പിടിച്ചോണ്ട് വരുമല്ലോ. അങ്ങനെ പെങ്ങടെ കല്യാണവും നടക്കും. അല്ലാതെ പിന്നെ ഇപ്പൊ ആര് വരാനാ ഈ കൊള്ളിയുടെ മകളെ കെട്ടാൻ? ചേച്ചി മതി. ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുക എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ചെല്, മര്യാദയ്ക്ക് പോടുന്നു. വിടമ്മേ, എന്തിനാ ഇവള് പറയുന്നൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? അമ്മ വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. വാ.